ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല.
സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും ആഘോഷമാണ്. പുതുവത്സരമാകട്ടെ പ്രതീക്ഷയുടെ ആഘോഷമാണ്. മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് സ്നേഹത്തിന്റെ പുതിയ അധ്യായം തുറന്നതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ഓരോ പുതുവത്സരവും നാം ആഘോഷിക്കുന്നത് പോയ വർഷത്തെ പിഴവുകൾ തിരുത്തി കൂടുതൽ മുന്നേറും എന്ന പ്രതിജ്ഞയും പ്രതീക്ഷയും ആണ്. നമ്മുടെ ഓരോ പുതുവത്സര പ്രതിജ്ഞകൾക്കും അടിവര ഇടുന്നതാണ് ക്രിസ്മസിന്റെ സന്ദേശം. ഈ നല്ല സന്ധ്യയിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്രിസ്മസ് കരോൾ സർവീസ് നടത്തുവാൻ ഇടയാക്കിയ നല്ലതായ ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ കരോൾ സർവീസിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഇടവക വികാരി ആയിരിക്കുന്ന വർഗീസ് കെ തോമസ് അച്ഛനാണ്. അച്ഛനിലൂടെ ആത്മീയമായ നല്ല ഉണർവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനെ കുടുംബസമേതം ഈ ക്രിസ്മസ് കരോൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയും ക്രിസ്മസ് മെസ്സേജ് നൽകുവാനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നല്ല അയൽക്കാരനായ കീക്രൂർ ഈസ്റ്റ് ഇമാനുവൽ ചർച്ച് വികാരിയായിരിക്കുന്ന റവറൻഡ് രാജ് എലിയാസ് വർഗീസ് അച്ഛനാണ്. അച്ഛൻ നല്ലൊരു വാഗ്മിയാണ്. അച്ഛനെ ക്രിസ്മസ് മെസ്സേജ് കേൾക്കുവാനായി ഞങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അച്ഛനെ കുടുംബസമേതം ഈ ക്രിസ്മസ് കരോൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വരഭംഗിയാർന്ന താളഭംഗിയാർന്ന ഒരു സർഗാത്മകമായ മുഹൂർത്തം ഒരുക്കുവാൻ തയ്യാറായിരിക്കുന്ന കീക്കുഴൽ മർത്തോമ ഇടവകയുടെ അഭിമാനമായിരുന്ന കൊയറിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മനോഹരമായ ക്രിസ്മസ് കരോൾ സർവീസ് ആസ്വദിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഇടവക ജനങ്ങളെയും കുട്ടികളെയും ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ക്രിസ്മസ് കരോൾ സർവീസ് മനോഹരമായി തീർക്കുവാൻ അക്ഷീണരായി പ്രവർത്തിച്ച അധ്വാനിച്ച എല്ലാ യുവജന സഖ്യാംഗങ്ങളെ സസന്തോഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ ശുശ്രൂഷയുടെ വിജയത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൂടിവരവ് അനുഗ്രഹത്തിനും സന്തോഷത്തിനുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഇപ്രകാരമായിരുന്നു 6 മാസത്തിൽ ദൈവം ദാവീദിനുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചോളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുക. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനാകും. അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം
യശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെ. യശയ്യാവ് 9:1 മുതൽ 7 വരെ. ഇന്ന ദേശത്തിന് തിമരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോട് ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേരിൽ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ നിൽക്കും. അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും.
യോസഫിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ ഓടിവരുന്ന മുന്നേ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകോപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായി. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് പോകുവാൻ പഠിക്കേണ്ട. അവളെ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ ബന്ധമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. യോസേഫ് ഉറക്കമുള്ളത് മുതൽ പറഞ്ഞ പോലെ ചെയ്തു ഭാര്യയെ ചേർത്തു. അവൾ മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗണിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേര് വിളിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ക്രിസ്മസ് ഗാനസന്ധ്യയിൽ മുഖ്യ സന്ദേശം നൽകുവാനായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജേന്ദ്രാസ് വർഗീസ് അച്ഛൻ, കൊച്ചമ്മയും കുഞ്ഞും ഈ സന്ധ്യയിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന സാമിന്റെ നേതൃത്വത്തിലുള്ള ഇടവക ഗായക സംഘാംഗങ്ങൾ, ഈ ഗാനസന്ധ്യ ഏറ്റവും ഉചിതമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന നേതൃത്വം നൽകുന്ന യുവജന സഖ്യാംഗങ്ങൾ, ഇടവകയുടെ ചുമതലക്കാർ, ക്രൈസ്ഥാന സന്ധ്യാംഗങ്ങൾ, സേവികാ സംഘാംഗങ്ങൾ, ഇടവക പ്രവർത്തകർ, സൺഡേ സ്കൂൾ കുട്ടികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ഈ സമയത്ത് ആശംസിക്കുന്നു. ക്രിസ്മസ് ആഘോഷ തിമിർപ്പിലേക്ക് ഏവരും പ്രവേശിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്? നമ്മുടെ ആരാധനാക്രമത്തിൽ എൽദോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൽദോ എന്ന വാക്കിന്റെ മലയാള മീനിങ് ജനന പെരുന്നാളാണ്. പെരുന്നാളാണ്. എന്തിനു വേണ്ടിയാണ് പെരുന്നാളുകൾ? എന്തിനു വേണ്ടിയാണ് പെരുന്നാളുകൾ എന്ന് തിരിച്ചറിയുമ്പോഴാണ് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് എന്ന് നമുക്കുള്ള തിരിച്ചറിവുണ്ടാകും. പെരുന്നാളുകൾ പ്രധാനമായും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഓർമ്മ പുതുക്കൽ. ഇത് ഒരു ഓർമ്മ പുതുക്കലാണ്. ചില കാര്യങ്ങൾ മറക്കരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ദൈവോദ്ദേശത്തിന്റെ പാതയിൽ നിന്നും വ്യതിചലിച്ചതായിട്ടുള്ള ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ, പാപത്താൽ നിറയപ്പെട്ടതായിട്ടുള്ള മനുഷ്യജാതിയെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി തീർന്ന സംഭവം മറക്കുവാനായിട്ട് പാടില്ല. ദൈവം ലോകത്തിന്റെ രക്ഷകനായി, മനുഷ്യന്റെ രക്ഷകനായി, ദൈവം എൻ്റെ രക്ഷകനായി, ഇത് നീ മറക്കുവാനായിട്ട് പാടില്ല. അത് വീണ്ടും വീണ്ടും ഓർക്കുന്നതിന്, വീണ്ടും വീണ്ടും മറക്കാതിരിപ്പാൻ തക്കവണ്ണം ജീവിതത്തിൽ അത് എഴുതി ചേർക്കുന്നതിന് പെരുന്നാളായി നീ കൂടി വരണം. 2, പെരുന്നാൾ എന്ന് പറയുന്നത് അനുതാപത്തിന്റെയും സ്തോത്രത്തിന്റെയും സമർപ്പണത്തിന്റെ അനുഭവമാണ്. ഓർത്താൽ മാത്രം പോരാ. എനിക്കൊരു രക്ഷകനുണ്ട് എന്ന് ഓർത്താൽ മാത്രം പോരാ. എൻ്റെ രക്ഷകന്റെ ഹിതപ്രകാരം എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ കുറവുകൾ ദൈവസന്നിധിയിൽ എണ്ണി എണ്ണി നിരത്തി അനുതപിക്കുവാനായിട്ടുള്ള അവസരമാണ്. അനുതപിക്കുക മാത്രമല്ല, ഈ കുറവുകളുടെ നടുവിൽ നടത്തിയതായിട്ടുള്ള ദൈവത്തിന്റെ കരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ വേണ്ടി കൂടിയുള്ളതാണ്. അനുതാപം സ്തോത്രത്തിലൂടെ തീരുകയില്ല. ശരിയായ രീതിയിൽ അനുദപിച്ച് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് അവന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്ന അനുഭവമാണ് പെരുന്നാൾ.
3 പെരുന്നാൾ എന്ന് പറയുന്നത് കൂടി വരുന്നതിൻ്റെ ഉദ്ദേശം ഇതൊക്കെ ഈ തലമുറകളോട് പറയുന്നതിന് വേണ്ടിയാണ്, തലമുറകളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ദൈവം എങ്ങനെയാണ് നടത്തിയത്, ഇന്നും നടത്തുന്നത് എങ്ങനെയാണ്, തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, പഴയ നിയമത്തിലൂടെ ദൈവം തമ്പുരാൻ മോശയിലൂടെ നമ്മെ അറിയിച്ചതായിട്ടുള്ള കാര്യമാണ്. ജനന പെരുന്നാൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു രക്ഷകനുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നതും, ഇതുവരെയും എൻ്റെ ജീവിതം ആ രക്ഷകന്റെ ഹിതപ്രകാരമാണോ എന്ന് പരിശോധിക്കുന്നതും, ജീവിതത്തിന്റെ കുറവുകളുടെ നടുവിൽ നടത്തിയതായിട്ടുള്ള ദൈവകരത്തെ സ്തുതിക്കുന്നതും, കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതുമായിട്ടുള്ള അനുഭവമാണ്. മാത്രമല്ല, ഇതുവരെ നടത്തിയതായിട്ടുള്ള ഈ ദൈവത്തെ തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അനുഭവമാണ്. പെരുന്നാളുകൾ എവിടെയാണ് കൊണ്ടാടേണ്ടത്? പെരുന്നാളുകൾ കൊണ്ടാടേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അപ്രകാരം ജീവിതത്തെ പരിശോധിക്കുന്നതും സമർപ്പിക്കുന്നതുമായിട്ടുള്ള അനുഭവമായിട്ട് തീരണം. അങ്ങനെയുള്ള സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഏറ്റവും ഫലപ്രദമായിട്ട് തീരുന്നത്. ക്രിസ്മസ് ആഘോഷം ആരുടെ ആഘോഷമാണ്? ജന്മപ്പെരുന്നാൾ ആരുടെ ആഘോഷമാണ്? തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശബ്ദമില്ലാത്തവന്റെ പെരുന്നാളാണ് ക്രിസ്മസ്. രക്ഷകൻ ജനിച്ചു എന്നുള്ള ആദ്യ വാർത്ത ശ്രവിക്കുന്നത് ആട്ടിടയരാണ്. സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത, അശുദ്ധരെന്ന് കൽപ്പിച്ചിരുന്ന, തഴയപ്പെട്ടതായിട്ടുള്ള മനുഷ്യർ, സമൂഹത്തിൽ യാതൊരു ശബ്ദവും ഇല്ലാത്തതായിട്ടുള്ള മനുഷ്യർ. ക്രിസ്മസ് എന്ന് പറയുന്ന ആ സന്തോഷകരമായിട്ടുള്ള അനുഭവം സംജാതമാകുന്നത് മറിയയും ജോസഫിലൂടെയുമാണ്. കയറിക്കിടക്കുവാൻ ഇടമില്ലാത്ത ദരിദ്രരായിട്ടുള്ള മനുഷ്യർ, സമൂഹത്തിൽ ശബ്ദം നഷ്ടപ്പെട്ടതായിട്ടുള്ള മനുഷ്യർ. ഈ പൈതലിനെ കിടത്തുന്നത് ശബ്ദമില്ലാത്ത കാലിക്കൂട്ടിലാണ്. ശബ്ദം നഷ്ടപ്പെട്ടവരുടെ ശബ്ദമായി നാം മാറുമ്പോഴാണ് ക്രിസ്മസ് യഥാർത്ഥമായി ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് ജ്ഞാനികളുടെ ഉത്സവമാണ്. വിദ്വാൻമാരോട് ആരും പറഞ്ഞില്ല ക്രിസ്തു ജനിച്ചുവെന്ന്. പക്ഷേ അവർക്ക് ലഭിച്ചതായിട്ടുള്ള ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നത്. അവർക്ക് ലഭിച്ച ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ കാണുവാനായി സഞ്ചരിക്കുകയാണ്. അവർ പൈതലിനെ കണ്ടു. ദൈവദൂതന്മാരോട് അവരോട് പറയുന്നു, വേറെ വഴിയായി കടന്നു പോകണം. ഹെരോദാവ് പറഞ്ഞു, കണ്ടു കഴിഞ്ഞാൽ ഉടൻ എന്നെ വിവരം അറിയിക്കണം, എനിക്കും വന്ന് വണങ്ങേണ്ടതിന്. രാജാവിന്റെ ശബ്ദത്തെ തിരസ്കരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദത്തെ സ്വീകരിക്കുന്നതായിട്ടുള്ള ജ്ഞാനികൾ, പോകേണ്ടുന്ന പാത ഏത് എന്ന് ദൈവം കാട്ടിത്തരുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുവാൻ ആവശ്യമായിട്ടുള്ള പരിജ്ഞാനം പ്രാപിച്ചവർക്കാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി തീരുകയും ദൈവിക പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവം കാണിച്ചു തരുന്നതായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്മസ് ജന്മപ്പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥപൂർണമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഈ ആഘോഷം ഒരിക്കലും നമ്മുടെ ആത്മപ്രശംസയ്ക്കോ സ്വയം പുകഴ്ചയ്ക്കോ മഹത്വത്തിനുമായി തീരാതെ നമ്മുടെ ഓർമ്മ പുതുക്കലും അനുതാപത്തിൻ്റെയും സ്തോത്രത്തിൻ്റെയും സമർപ്പണത്തിൻ്റെ അനുഭവം, തലമുറകൾക്ക് ഈ രക്ഷകനെ കാണിച്ചു കൊടുക്കുവാനായിട്ടുള്ള മുഖാന്തരവും, സമൂഹത്തിൽ ശബ്ദം നഷ്ടപ്പെട്ടവരുടെ ശബ്ദമായി തീരുവാനായിട്ടുള്ള തീരുമാനവും, ദൈവിക പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവവഴികളിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള സമർപ്പണത്തിൻ്റെയും അനുഭവമായിട്ട് തീരണം. അപ്രകാരം ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ക്രിസ്മസ് ആഘോഷിപ്പാൻ, ഈ ആഘോഷത്തിലൂടെ പുതുക്കം പ്രാപിക്കുവാൻ, രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.
സെക്കരിയാവിന്റെ വീട്ടിൽ എത്തി. എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭമല്ലോ അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുന്നമാണ് എനിക്ക് എവിടെ നിന്നുണ്ടായി. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നുവല്ലോ. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കും. തന്റെ കരുണ കൊണ്ട് അവന്റെ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താൻ അവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ അയച്ചു കളഞ്ഞിരിക്കുന്നു. അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. Today's second lesson is taken from the Gospel according to St. Matthew chapter 1 verses from 18 to 24. St. Matthew chapter 1 verses from 18 to 24. This is how the birth of Jesus came about. Her mother Mary was pledged to marry to Joseph. But before they came together, she was found to be with a child through the Holy Spirit. Because Joseph, her husband, was a righteous man and did not want to expose her to public disgrace, he had in mind to divorce her quietly. But after he had considered this, an angel of the Lord appeared to him in a dream and said, Joseph, son of David, do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. She will give birth to a son, and you will give him the name Jesus, because he will save you from the people and their sins. All this took place to fulfill what the Lord had said through the prophet. The virgin will give a child and will give birth to a son, and they will call him Emmanuel, which means God is with us. When Joseph woke up, he did what the angel of the Lord had commanded him to and told Mary home as his wife. But he had no union with her until she gave birth to a son and gave him the name Jesus. Revolution,
മൂന്നാം പാഠം വായിക്കുന്നതിനായി ബെസ്ലൻ ഇസാമിനെ ക്ഷണിച്ചു. മൂന്നാം പാഠഭാഗമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 2:1 മുതൽ 14 വരെ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിനാൽ താന്താന്റെ പട്ടണത്തിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയെ കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലിലെ നസ്രേത്ത് പട്ടണം വിട്ടു. യഹൂദിയിലെ ബേത്ലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുക്കുട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. പ്രകാരം പാഠം അവസാനിച്ചു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ ഇടവകയുടെ വികാരി വർഗീസ് കെ തോമസ് അച്ഛൻ, ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയരായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന ഗായിക സംഘാടനങ്ങൾ, വിവിധങ്ങളായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഈ ഇടവകയിൽ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസും ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ പുതു വത്സരവും ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ മടുത്തു പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ക്രിസ്മസ് കേക്കും, 2 ക്രിസ്മസ് ദൂതും. അതിൽ 2ാമത്തെ ഉദ്യമത്തിലാണ് ഞാൻ. കാരണം പാട്ടുകൾ ആരും മറക്കാറില്ല, പാട്ടുകൾ ആരും മറന്നു പോകാറില്ല. കാരണം തിരുജനനത്തിൽ ഒത്തിരിയധികം പാട്ടുകൾ പാടുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. എലിസബത്തിന്റെ പാട്ട്, മറിയാമിന്റെ പാട്ട്, സ്വർഗീയ സൈന്യത്തിൻ്റെയും ദൂതന്മാരുടെയും പാട്ട്, സക്കറിയാവിൻ്റെ പാട്ട്, അങ്ങനെ ധാരാളം പാട്ടുകളുടെ ഒരു കാലമാണ് ക്രിസ്മസിൻ്റെ കാലം എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗാന ശുശ്രൂഷ അത് ദൈവത്തെ പുകഴ്ത്തുവാനായിട്ടുള്ള വലിയ അനുഭവമാണ്. തിരുജനനം ഇത്രയും അധികം കൊണ്ടാടിയിട്ടുള്ള, ഇത്രയും അധികം അനുഗ്രഹം നിറഞ്ഞ, ഇത്രയും അധികം ആളുകൾ ആഘോഷിക്കുന്ന ഒരു ജനനം ലോക ചരിത്രത്തിലില്ല. കാരണം ഈ തിരുജനനം ഇത്ര ശ്രേഷ്ഠമാകുവാൻ കാരണം ദൈവം മനുഷ്യനായി ജനിച്ചു. കാലാതീതനായ ദൈവം കാലത്തിൻ്റെ ഭാഗമായി തീർന്നു. ഒരു ചരിത്രത്തിലും ഉൾപ്പെടുത്തുവാൻ കഴിയാത്ത, ദൈവം ഇന്നിടത്ത് ജനിച്ചു, ഇന്നിടത്ത് മരിച്ചു എന്നുള്ളൊരു ചരിത്രമില്ല. ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി AD എന്നും BC എന്നും ലോക ചരിത്രത്തെ രണ്ടായി തിരിച്ച ഒരു ജനനം, അതാണ് ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വലിയ ചരിത്രത്തിൻ്റെ ആഘോഷം, ഓർമ്മയുടെ ആഘോഷം നമ്മൾ കൊണ്ടാടുമ്പോൾ ഇത് നൽകുന്ന ചില സന്ദേശങ്ങൾ നമ്മൾ വിസ്മരിച്ചുകൂടാത്തതാണ്. അത്തരത്തിൽ ക്രിസ്മസ് നൽകുന്ന ഒരു സന്ദേശം പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. അതിനായിട്ട് തിരുവചനത്തിലെ ഒരു വാക്യം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഒരു വാക്ക് പ്രാർത്ഥിക്കും. പ്രിയമുള്ള കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ജഡം ധരിച്ച് ഈ ലോകത്തിൽ ജീവിച്ച നിന്റെ വലിയ ജനനത്തെ കൊണ്ടാടുവാൻ ഞങ്ങൾക്കും ഒരവസരം തന്നു. ആ ജനനത്തിൻ്റെ സന്തോഷവും സന്ദേശവും പങ്കുവെക്കുവാൻ ഞങ്ങളെ ഇന്ന് ഇടയാക്കിയതിനാൽ സ്തോത്രം. ഒരുമിച്ച് തിരുജനനത്തിൻ്റെ സന്തോഷത്തെ ഞങ്ങൾ പങ്കുവെക്കുവാൻ പോകുമ്പോൾ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇടം നൽകുവാൻ വന്ന രക്ഷകന് ഇടം ഇല്ലാത്ത ഒരു അവസരം. ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ബെത്ലഹേമിലെ ഒരു വഴിവക്കിലാണ് ക്രിസ്തുവിൻ്റെ ജനനം. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ക്രിസ്തു എവിടെയാണ്, ഏത് സ്ഥലത്താണ് ജനിച്ചത് എന്ന്. ഏതെങ്കിലും ഒരു വഴിവക്കിലായിരിക്കും. വഴിവക്കിൽ ജനിച്ച ഈ ക്രിസ്തുവിനെ കിടത്തുവാനായിട്ടാണ് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായതുകൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തിയത്. ക്രിസ്മസ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എൻ്റെ ചിന്തയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകുവാനായിട്ടാണ് ക്രിസ്തു വന്നത്. എങ്ങനെയാണ് ഈ ഇടം നൽകുന്നത്? ആർക്കൊക്കെയാണ് ഇടം നൽകിയത് എന്ന് തിരുജനനത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത അനുഭവങ്ങളിൽ തള്ളപ്പെട്ടവരുടെയും അശുദ്ധരുടെയും മധ്യത്തിൽ അവർക്ക് ദൈവം പറയുന്നു, നിങ്ങൾക്ക് ഒരു ഇടം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു ഇടമുണ്ട്. ആ ഇടമാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വേദനയുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ പറയുന്നു, ഞാൻ ഒരു ഇടം നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ജീവിതം അതായിരുന്നു. ഇടം ഇല്ലാത്തവർക്ക്, എല്ലാവരും തള്ളപ്പെട്ടവർക്ക് ഒരു ഇടം നൽകുന്ന വലിയ അനുഭവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഒരു ദേശം ഒരുങ്ങുകയാണ്. എന്നാൽ ആ ദേശത്തിലെ ഒരു കുടുംബം വളരെ വേദനയുടെ അനുഭവത്തിലാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഈ ആഘോഷം കൊണ്ടാടുവാൻ അവരുടെ പണം ഇല്ല. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കമ്പനി പൂട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല.
വളരെ ദുഃഖത്തോടും നിരാശയോടും കൂടെ വീട്ടിലേക്ക് വന്നു. എങ്ങനെ അലങ്കരിക്കും? അദ്ദേഹം നേരത്തെ കരുതി ക്രിസ്മസ് ട്രീ അലങ്കരിക്കുവാൻ കരുതി വെച്ചിരുന്ന നല്ല മനോഹരമായ വർണ്ണ നിറത്തിലുള്ള പേപ്പറുകൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലോട്ട് ചെല്ലുന്ന അനുഭവത്തിൽ കാണുന്ന കാഴ്ച, അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൾ ആ വർണ്ണക്കടലാസുകൾ വെട്ടി വെട്ടി കളയുന്നു. വളരെ ദുഃഖത്തോടെ അദ്ദേഹം ശാസിച്ചു. ഒന്നുമില്ല, ആഘോഷിക്കുവാൻ പറ്റുന്നില്ല, പണമില്ല, ആകെ ഉണ്ടായിരുന്ന വർണ്ണക്കടലാസ് ഈ കുഞ്ഞ് ചെത്തിക്കളയുന്നു. വളരെ വേദനയോടെ അദ്ദേഹം ഒത്തിരി ശകാരിച്ചു. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, പപ്പാ, ഇത് പപ്പായിക്ക് എൻ്റെ ക്രിസ്മസ് സമ്മാനം നൽകുവാനായിട്ടാണ്. അദ്ദേഹം ഒത്തിരി ദുഃഖിച്ചു. എൻ്റെ മകള് എനിക്കൊരു ക്രിസ്മസ് സമ്മാനം നൽകുവാനായിട്ടാണല്ലോ ഇപ്രകാരം അത് കീറി മുറിച്ചത്. കുറച്ച് നിമിഷത്തിന് ശേഷം ഒരു വലിയ പൊതിയുമായിട്ട് ആ കുഞ്ഞ് അപ്പൻ്റെ അടുക്കൽ വന്നു. അപ്പൻ അത് സന്തോഷത്തോടെ പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നുമില്ല. വീണ്ടും അപ്പന് ദേഷ്യം വന്നു. മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കരുത്, സമ്മാനം കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ലാത്ത വെട്ടി നൽകുന്നത് ഇനി ഒരിക്കലും ചെയ്തുകൂടാ. അപ്പോൾ ആ മകള് പറഞ്ഞു, 5 വയസ്സുള്ള ആ മകൾ 100 ചുംബനങ്ങൾ ഉണ്ട്. അടുത്ത വർഷം ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ അപ്പൻ ആ പെട്ടി അദ്ദേഹത്തിന്റെ കിടക്കയുടെ അരികിൽ വെച്ചു. ജീവിതത്തിൽ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും അനുഭവത്തിൽ അദ്ദേഹം ആ പെട്ടി തുറക്കും. അതിൽ നിന്ന് ഒരു ചുംബനം എടുക്കും. ആ ഓർമ്മ അദ്ദേഹത്തെ ജീവിതത്തെ ശക്തീകരിക്കുവാനായിട്ട് പര്യാപ്തമായി. ഇങ്ങനെയുള്ള വർണ്ണമായ ഒരു പെട്ടിയല്ലേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? നിന്റെ ജീവിത അനുഭവങ്ങളിൽ, പ്രയാസങ്ങളുടെ അനുഭവങ്ങളിൽ, പ്രതിസന്ധികളുടെ അനുഭവങ്ങളിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൈവത്തിന്റെ സന്ദേശം. അവന് ഇമ്മാനുവേൽ എന്ന് പറയും പേര് വരും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അനുഭവം. പ്രിയപ്പെട്ടവരെ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നമ്മെ ശക്തീകരിച്ചത് ഈ ദൈവമല്ലേ? അവനല്ലേ നമുക്ക് ഇടം നൽകിയിരിക്കുന്നത്? ക്രിസ്മസ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോകുമ്പോൾ പുതിയ വർഷത്തിന്റെ ജീവിത അനുഭവങ്ങൾ എന്തെന്ന് നമുക്കറിയത്തില്ല. 2017 ഡിസംബർ 31 നമ്മൾ അറിഞ്ഞില്ല 2018 നാം ചിന്തിക്കാത്ത, നാം ആലോചിക്കാത്ത, നമ്മുടെ മനസ്സിൽ പോലും വരാത്ത ജീവിത അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പല ആളുകളും പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പലരും അടയാളപ്പെടുത്തി വെച്ചു, ഇതിനപ്പുറം വെള്ളം വരത്തില്ല. എന്നാൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ട് വെള്ളം വന്നു. എന്നാൽ ആ അനുഭവത്തിലും ദൈവം നമുക്ക് ഒരു ഇടം നൽകി എന്ന് എത്രയോ ആളുകൾക്ക് ഇന്ന് സാക്ഷി പറയുവാനായിട്ട് സാധിക്കും. 2, ക്രിസ്തു നമുക്ക് ഇടം ഒരുക്കിയെങ്കിൽ ക്രിസ്മസ് നമ്മളോട് പറയുന്നത് നമുക്കും ഒരു ഇടം നൽകുവാനായിട്ട് സാധിക്കണം. ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇടങ്ങൾ മാറ്റപ്പെടും. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഉള്ള പലരുടെയും ഇടങ്ങൾ മാറ്റപ്പെട്ടു. മറ്റുള്ളവർക്ക് ഇടം നൽകുവാൻ ഇന്ന് നാം തയ്യാറല്ല. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് ആരാണ്? ക്രിസ്മസിന്റെ സന്തോഷം, സമാധാനം അനുഭവിക്കുന്നവര് ആരാണ്? ഇടം നൽകുന്നവരാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ സാധിക്കുന്നില്ല. ഹെരോദാവ് അസമാധാനത്തിലാണ്. എന്നാൽ ഇടയന്മാർ സമാധാനത്തിനും സന്തോഷത്തിലുമാണ്. അപ്പോൾ ആർക്കാണ് ഈ സമാധാനവും സന്തോഷവും അനുഭവിപ്പാനായിട്ട് സാധിക്കുന്നത്? ദൈവപ്രസാദമുള്ളവർക്കാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയും മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ സന്തോഷവും സമാധാനവും ലഭിക്കുന്നത്. അല്ലാത്തവർക്ക് അസമാധാനമാണ്.
എല്ലാവർക്കും ക്രിസ്തുവിന്റെ ജനനത്തിൽ സന്തോഷമില്ല. രാജ്യം നഷ്ടപ്പെടും, ഭയപ്പെടുകയാണ്, അസമാധാനമാണ്. അതുവരെ ഒരുപക്ഷെ സന്തോഷത്തോടെ ഉറങ്ങിയ, സമാധാനത്തോടെ ഉറങ്ങിയ ഹെരോദാവിന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, ഭയമാണ്. അതുവരെ ഭാരപ്പെട്ടിരുന്ന ആട്ടിടയന്മാർ, ഭാരത്തോടിരുന്ന മറിയ, സെക്കറിയാവ്, എലിസബത്ത്, ഇവരെല്ലാവരും സന്തോഷിക്കുന്നു. കാരണം ദൈവത്തിന് ഇടം നൽകുവാനായിട്ട് അവർക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ ഇടമുണ്ടോ? തിരുജനനത്തെ കൊണ്ടാടുമ്പോൾ എവിടെയാണ് ക്രിസ്തുവിനുള്ള ഇടം? എൻ്റെ സമസൃഷ്ടങ്ങൾക്കുള്ള ഇടം എവിടെയാണ്? നമ്മുടെ ഭവനത്തിലേക്ക് വന്നേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഇടം എവിടെയാണ്? ഒരിക്കൽ എൻ്റെ ഒരു കസിൻ ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞ് മൊബൈലിലാണ് കളിക്കുന്നത്. അവനെപ്പോഴും അവന് ബാക്കി ലോകത്തിൽ നടക്കുന്ന കാര്യമോ വീട്ടിൽ നടക്കുന്ന കാര്യമോ ഒന്നിനും ഒരു താല്പര്യമില്ല. ഫുൾ ടൈം ഈ മൊബൈലിലും അതുപോലെ കമ്പ്യൂട്ടറിലുമാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, അത് അവൻ്റെ കുഴപ്പമല്ല, ഞങ്ങളുടെയും കൂടെ കുഴപ്പമാണ്. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നു, വന്നു കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നു, പെട്ടെന്ന് കോളുകൾ വരുന്നു, അത് വിളിക്കുന്നു. അവനോടൊപ്പം ഇരിക്കുവാനോ അവനൊരു ഇടം കൊടുക്കുവാനോ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിന് ഒരു ഇടം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് ഇടം കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഈ ഇടവകയിലെ തന്നെ ഒരു അംഗത്തെ സംസാരത്തിൽ ഏർപ്പെടുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ മാതാവ് ഒത്തിരി ദാരിദ്ര്യത്തിലൂടെയും ഒത്തിരി മക്കളും ഉണ്ടായിരുന്നു. മാതാവിന്റെ വിഷമം അടുത്ത നേരത്തെ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുക്കും എന്നാണ്. എന്നാൽ എൻ്റെ മാതാവ് ഇത്ര ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലും അന്ന് ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിലോ ഒരാളെയെങ്കിലും സഹായിച്ചില്ലെങ്കിലോ ഉറക്കം വരികയില്ലായിരുന്നു. ഇന്ന് നമ്മൾ അത് നഷ്ടപ്പെട്ടു പോയി. ആ ഒരു ഇടം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഒരു ഭാഗമായിരുന്നു. വചനം ജഡം ധരിച്ചു, അതൊരു നമ്മുടെ ഭാഗമായിട്ട്. എന്നാൽ ഇന്ന് അതില്ല. പിടിയേരിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അരി കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇടുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റിവെക്കും. ഇന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇടമില്ല, വേറൊരിടം കണ്ടുപിടിച്ചു. 1 കിലോ അരി വേണമെന്നുണ്ടെങ്കിൽ 20 കിലോയാണ് ആ മാസത്തിൽ മേടിക്കുന്നതെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് പറയും 21 കിലോ വേണം, 1 കിലോ പള്ളിയിൽ കൊടുക്കാനാണ്. മറ്റേത് നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് മാറ്റി വെക്കുവാൻ ഒരിടം നമുക്കുണ്ടായിരുന്നു മറ്റുള്ളവർക്ക്. ഇന്ന് അത് നഷ്ടപ്പെട്ടു. ഒരു കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രൈമറി സ്കൂളിൽ ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉപന്യാസം എസ്സേ എഴുതുവാൻ കൊടുത്തു. ആ എസ്സേയില് ഇപ്രകാരമാണ് അതിന്റെ വിഷയം: നിങ്ങൾക്ക് നിങ്ങളെ ദൈവം എന്താക്കണം. എല്ലാവരും ആലോചിച്ച് എഴുതി. ടീച്ചർ ആ പേപ്പറുകൾ കൂട്ടിക്കൊണ്ട് വന്നു വീട്ടിൽ നിന്ന് വായിക്കണം. ഒരു പേപ്പർ വായിച്ചപ്പോൾ ടീച്ചറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വന്നു. വളരെ വിഷമത്തോടെ ഇരിക്കും. അപ്പോഴാണ് ടീച്ചറിന്റെ ഭർത്താവ് വരുന്നത്. ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ആ ലെറ്റർ എടുത്ത് കൊടുത്തു. ആ ലെറ്റർ ഒരു പയ്യൻ എഴുതിയിരിക്കുകയാണ്: ദൈവമേ, എന്നെ എൻ്റെ വീട്ടിലെ TV നീ ആക്കണമേ. അപ്പൻ എത്ര ക്ഷീണിച്ച് ജോലി കഴിഞ്ഞ് വന്നാലും ടിവിയുടെ മുമ്പിൽ തളർച്ചയുടെ മധ്യത്തിലും ഇരിപ്പാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ അമ്മ എത്ര വിഷമത്തിലാണെങ്കിലും ടിവിയുടെ മുൻപിൽ ഇരിപ്പാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ സഹോദരങ്ങൾ ഈ ടിവിയുടെ മുൻപിൽ ഇരുന്ന് കാണുവാൻ അടികൂടുന്നത് പോലെയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനത്ത് TV ഇരിക്കുന്നത് പോലെയും എൻ്റെ മുൻപിൽ എല്ലാവരും ടിവിയുടെ മുൻപിൽ കൂടുന്നത് പോലെ കൂടുവാനും ആരും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാതെയോ അശ്രദ്ധമായിരിക്കാതെയോ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ടിവിയുടെ മുൻപിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാനും എന്നെ ഒരു TV ആക്കണമേ എന്നുള്ള പ്രാർത്ഥന അവൻ്റെ ആഗ്രഹം എടുത്തു. അപ്പോൾ അപ്പൻ പറഞ്ഞു,
എന്തൊരു കഷ്ടമാണ് കുഞ്ഞിൻ്റെ കാര്യം. ടീച്ചർ പറഞ്ഞു, ഇത് വേറെ ആരുമല്ല, നമ്മുടെ മകൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും ഈ ഇടം നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇടം നൽകുന്നവരാണ് ദൈവപ്രസാദമുള്ളത്, അവർക്കാണ് സന്തോഷം നൽകുവാൻ സാധിക്കുന്നത്. ഹെരോദാവിന് ഇടം നൽകുവാൻ സാധിച്ചില്ല. നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ഭയത്തോടും പേടിയോടും കൂടെ കഴിയുന്ന ഒരനുഭവം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ആടുകളെ പാലിച്ചു കൊണ്ടിരുന്ന, അവരുടെ സുരക്ഷിതമായിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇത്രയും അധികം ആടുകളെ വിട്ടിട്ട് ദൈവത്തിന് ഇടം കൊടുക്കുവാനായിട്ട് പോയവർ. അച്ഛൻ പറഞ്ഞു, ജ്ഞാനം ഉള്ള വിദ്വാൻമാർ തങ്ങളുടെ ജ്ഞാനത്തിൽ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ആ ജ്ഞാനം അത് അന്വേഷിച്ച് പോയ വിദ്വാൻമാർ ഇടം കൊടുത്തവർക്കെല്ലാം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമായി തീർന്നു. 2 ചെറുചിന്തകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഒന്ന്, നമ്മുടെ ജീവിത അനുഭവങ്ങൾ ഇടം നൽകുവാനായിട്ട് ദൈവം കടന്നു. ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിലായാലും പറയുന്നു, എനിക്ക് ഒരിടമുണ്ട്. അതെന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാവരും തള്ളിക്കൊണ്ട് നിനക്കൊരു ഇടം. 2, ഇടം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് ഇടമുള്ളതിനെ പലപ്പോഴും ആ ഇടത്തെ മാറ്റിക്കളഞ്ഞിരിക്കുന്നുവെങ്കിൽ തിരികെ ആ ഇടം നൽകുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ഇടം നൽകുവാനുള്ള ആളുകൾക്ക് ഇടം നൽകുമ്പോൾ ആണ് ദൈവപ്രസാദം നമുക്ക് ലഭിക്കുന്നതും ആ ദിവ്യമായ സമാധാനം നമ്മൾ അനുഭവിക്കും. അപ്രകാരം ഈ ക്രിസ്മസ് അനേകർക്ക് നമുക്കൊരിടമുണ്ട് എന്നുള്ള ഓർമ്മയിൽ, അനേകർക്ക് ഇടം നൽകുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു എന്നുള്ള വലിയ ഓർമ്മയിൽ ആഘോഷിക്കാൻ, സമാധാനം അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Ulla
തുറിയനാട് വാഴുമ്പോൾ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താഴ്ന്ന പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസെഫും ദാവീദിന്റെ ഗൃഹത്തിൽ ഉള്ളവൻ ആകുന്നുണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറത്ത് എന്ന പട്ടണം വിട്ടു. ബെത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തിരിഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായ്കയാൽ പശുത്തൊട്ടിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമായി ശീലകളിൽ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. സ്വർഗീയ സൈന്യം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി. നാം ബേത്ലഹേമിൽ ചെന്ന് കർത്താവ് നമ്മളെ അറിയിച്ച സംഭവം കാണാം. മറിയയെയും യോസഫിനെയും ശിശുവിനെയും കണ്ടു. ശേഷം പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അവരെ അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാക്കുകളൊക്കെ ഹൃദയത്തിൽ സംഭവിച്ചു, ധ്യാനിച്ചു. ഇടയന്മാർ എല്ലാറ്റിനെ കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിശീലനം കഴിപ്പാനുള്ള 8 ദിവസം കഴിഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്നും വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായ എവിടെ? ഞങ്ങൾ അവൻ നക്ഷത്രം കണ്ടു. അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. ക്രിസ്തു എവിടെ ജനിച്ചിരിക്കുന്നു? യഹൂദിയയിലെ ബെത്ലഹേമിൽ. നക്ഷത്രം വെളിവായ സമയം എപ്പോഴായിരുന്നു? നിങ്ങൾ പോയി ശിശുവിനെ അന്വേഷിക്കുക. കണ്ടെത്തിയാൽ എന്നോട് പറയുക, ഞാനും വന്ന് നമസ്കരിക്കേണ്ടതാണ്. നക്ഷത്രം നോക്കി നടന്നു. ശിശു ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി. വീണ്ടും നമസ്കരിച്ചു. പൊന്നുമൂരും കുന്തിരിക്കും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ പോകരുത്. സ്വപ്നത്തിൽ ദർശനം കിട്ടി. അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് പോയി. പട്ടണ കൊയറിൻ്റെ മെമ്പേഴ്സ്, വികസിക്കാൻ പ്രവർത്തകർ, മറ്റവിടെ കൂടിയിരിക്കുന്ന ഇടവജനങ്ങളെ, നിങ്ങൾക്കേവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസും അനുഗ്രഹകരമായ പുതുവത്സരവും ആദ്യം തന്നെ നേർന്നു കൊള്ളട്ടെ. ഇടവരെ പ്രതികരിച്ച് ആശംസ അറിയിപ്പാൻ എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ പ്രവർത്തകരോട്, ഓർഗനൈസേഷനോട് എനിക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കാരണം ഇടവയിൽ മുൻപ് എന്നും ഇതുപോലെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടവക ഞങ്ങളുടെ ഇടവയെ പ്രതികരിച്ച് ഞങ്ങളുടെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. ഒരു നീണ്ട ആശംസാ പ്രസംഗത്തിന് ഇവിടെ ഇപ്പോൾ പ്രസക്തിയില്ലായെന്ന് എനിക്കറിയാം. കാരണം ക്രിസ്മസിൻ്റെ ദൂതം ക്രിസ്മസ് എന്താവുന്നുവെന്നും 2 അച്ഛന്മാരിൽ കൂടിയും നിങ്ങൾ കേട്ടു. അതുകൊണ്ട് നീണ്ട ആശംസ പ്രസംഗം നടത്തി നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് കാനഡയിൽ നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. സംഭവം നടന്ന ഒരു സ്കൂളിലാവുന്നു. ക്രിസ്മസ് കാരൽ സർവീസിനോടനുബന്ധിച്ച് സാധാരണ നമുക്കറിയാവുന്ന പോലെ ഒരു നേറ്റിവിറ്റി പ്ലേ മിക്കവാറും എല്ലാ സ്കൂളുകളിലും നടക്കുന്നതാണ്. നേറ്റിവിറ്റി പ്ലേ നടത്തുവാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. അതിന് ടീച്ചറിനെ ഇൻചാർജായിട്ട് എടുത്തു. അപ്പോൾ നമുക്കറിയാം നേറ്റിവിറ്റി പ്ലേക്ക് ദൂതന്മാർ വേണം, അട്ടിടയന്മാർ വേണം, അങ്ങനെ പല ആളുകൾ വേണം. ഓരോരുത്തരെയും ടീച്ചർ സെലക്ട് ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചില മൈനസ് ഉള്ളത്, ഐക്യു വളരെ കുറഞ്ഞൊരു കുട്ടി.
അവനെ വളരെ നിർബന്ധം എന്തെങ്കിലും ഒരു റോള് വേണമെന്ന് അവസാനം ടീച്ചർ റോള് കണ്ടുപിടിച്ചു. ഒരു ഇൻ കീപ്പർ, സത്രം സൂക്ഷിപ്പുകാരൻ്റെ റോള്. അതൊന്നും വലിയ ഡയലോഗൊന്നുമില്ല.
കന്യകാലത്തിൽ പിറന്ന ഭർത്താവിനോടുകൂടെ 7 വർഷം കഴിഞ്ഞ് 84 വർഷം വിധവയും വയസ്സും ചെന്നവളുമായി ദൈവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. അവൾ അവരുടെ അടുത്ത് ചെന്നു, ദൈവത്തിന് സ്തുതി. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. യേശു ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ ജ്ഞാനം നിറഞ്ഞവനായി ആത്മാവിൽ ബലപ്പെട്ടു. ദൈവകൃപയും അവന്റെ പേരിൽ ഉണ്ടായിരുന്നു. ഈ കരാർ സർവീസ് പ്രകാരം ക്രമീകരിക്കാൻ തക്കവണ്ണം സഹായിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. യുവരസംഖ്യാംഗങ്ങൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തുള്ളൂ. അവരുടെ പരീക്ഷയുടെ ഇടയിൽ അവർ വളരെയധികം പ്രയാസപ്പെട്ടാണ് ഇത്രയൊക്കെ ക്രമീകരിച്ചത്. എല്ലാ യുവരസംഖ്യാംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഗായക സംഘാംഗങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ച് ഏറ്റവും മനോഹരമായിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്ത് ഇന്ന് വളരെ മനോഹരമായിട്ട് പാടുവാനായിട്ട് സാധിച്ചു. ഗായക സംഘാംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ലീഡറായിരിക്കുന്ന സ്ഥാനങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. രാജകീയ സത്യനാകുമല്ലോ ഇന്ന് വചന ശുശ്രൂഷ നിർവഹിച്ചത്, ക്രിസ്മസ് സന്ദേശം നൽകിയത് അച്ഛനോടും കൊച്ചുമ്മയോടും കുഞ്ഞിനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കും. എല്ലാവരും എഴുന്നേൽക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് പാടി ആശീർവാദത്തോടുകൂടെ ഈ ഗാന ശുശ്രൂഷ അവസാനിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ ജോജി എല്ലാവരും ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ രാജാവേ, തന്ന അനുഗ്രഹീതമായ ദിവസത്തിനായി സ്തുതികരേറ്റുന്നപ്പ, ഈ രാത്രികാലം സന്തോഷത്തോടെ അങ്ങയുടെ ഭവനത്തിൽ ഇവിടെ അയൽപ്പാതക്കുളം ഞങ്ങളെ ഇടയാക്കുന്ന നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്വന്തം വരേറ്റുന്നപ്പ കർത്താവെ, അങ്ങയുടെ ജനനത്തെ കൊണ്ടാടുന്ന ഈ നല്ല നിമിഷത്തെ കർത്താവെ, നിന്നെ കൂടുതൽ സ്നേഹിപ്പാനും നിന്റെ സന്നദ്ധയിൽ കൂടുതൽ അടുത്ത് വരുവാനും ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനന പെരുന്നാൾ എന്തിനാ ഞങ്ങൾ ആഘോഷിക്കുന്നതിനുള്ള ചോദ്യത്തിന് കർത്താവെ, നിന്റെ ജനന പെരുന്നാൾ ഓരോ ഓർമ്മപ്പെടുത്തലാണെന്ന് കർത്താവെ, ഞങ്ങളെ തന്നെ അനുതാപത്തിൻ്റെ മുഖാന്തരമാക്കുവാനും സാക്ഷ്യത്തിനും അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തുന്ന നിമിഷങ്ങളാക്കി തീർക്കുവാനും ഞങ്ങൾ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിനക്ക് ഇടം നൽകുവാൻ തക്കണം, അങ്ങയുടെ തിരുജനനത്തെ കൊണ്ടാടുവാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ മനോഹരമായ ദിവസം ഈ രാത്രികാലം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതികരേറ്റുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ കോയറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ അധ്വാനം നീ മാനിച്ചു നിർവഹിക്കായി സ്തുതിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഇടവെച്ച് ചുമതലക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജന സംഘത്തിലെ എല്ലാ പ്രവർത്തകരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും നീ അധ്വാനത്തെ മായക്കണമേ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നിർത്തുന്നത് ഞങ്ങളുടെ അച്ഛന്മാരെ തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വർഗീസ് തോമസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നീ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട രാജകീയ സച്ചിനെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നീ അനുഗ്രഹിക്കണം, ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. തിരുസന്നത്തിൽ തലവണക്കി പ്രിയപ്പെട്ടവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ രാത്രികാലം നന്നായി ഉറങ്ങുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. തിരുഹിതമെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവേ, ഞങ്ങളുടെ ജനന പെരുന്നാളിൽ കൊണ്ടാടുവാൻ തക്കവണ്ണം വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരും നീടിയാക്കണം. മാനം മഹത്വം അങ്ങ് മാത്രം എടുത്തു കൊള്ളണം. ഋഷിഹാമൂലം ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാറാണമേ. ഗാനങ്ങൾ ആലപിച്ച സേവിക സംഘ അംഗങ്ങളോടുള്ള നന്ദി കീക്കടോ പാത്തോമ യുവജന സംഘത്തിന്റെ പേരിൽ അറിയിച്ചു. Holy
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗ സഹവാസം നാം എല്ലാവരുടെ മേലും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. We wish you a Merry